ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ദിവസം വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ദിവസമാണ് കേട്ടോ. എൻ്റെ രണ്ടാമത്തെ മോളുടെ ബർത്ത്ഡേ ആണെന്ന്. ഒരു 3 വർഷം വരെയായി ഞാൻ എൻ്റെ മോളുടെ കൂടെ ബർത്ത്ഡേ ഒക്കെ ആഘോഷിച്ചിട്ട്. അപ്പോൾ ഇന്ന് ആ ഒരു ഭാഗ്യം ദൈവം തന്നതിനെ ഓർത്ത് ഒരുപാട് നന്ദി പറയുന്നു. ആ ഒരു സന്തോഷം നിങ്ങളുമായിട്ടും കൂടെ ഞാനൊന്ന് ഷെയർ ചെയ്യാണ് കേട്ടോ. അപ്പൊ എല്ലാവർക്കും വീഡിയോയിലേക്ക് പോവാം. ദിവ്യ ദിവ്യ Happy birthday to you. Happy birthday to you. Happy birthday dear Divya. Happy birthday to you. ഗിഫ്റ്റ് വേണം കുഞ്ഞു നിൽക്കാൻ. കിട്ടില്ല, കിട്ടി. എത്ര വയസ്സ്? 2 മാസം 6 അത് ഞാൻ ഗിഫ്റ്റ് മതിയാക്കിട്ടില്ല. ക്യൂട്ടായിട്ടുണ്ട്. ഇഷ്ടായോ? താങ്ക് യു. കൊള്ളാം. നോക്കട്ടെ. ആ കുറുമയുടെ എനിക്ക് ഇഷ്ടപ്പെട്ടു, അത് കൊള്ളായിരുന്നു. ഫോട്ടോ കാണിച്ചു. ദിവ്യ വരുമ്പോഴത്തേന് അത് ഏറ്റവും ഇതാന്ന് സത്യമായിട്ട് അത് ഓർക്കാണ്ട്
ഒരു സെക്കൻഡ്. വെക്ക വെക്ക. പാട്ടെന്തോ എങ്ങനെയുണ്ട് ഡെക്കറേഷൻ ഒക്കെ? യോസ് ട്രൂലി ഞാൻ അശ്വിൻ. ഇതാണ് എൻ്റെ ഡെക്കറേഷനെ പറ്റി ദിവ്യ. ഇവളുടെ 26th ബർത്ത്ഡേ ആണ് കേട്ടോ ഇത്. അപ്പോൾ അവളുടെ ഫ്രണ്ട്സാണ് ഇതൊക്കെ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. തീം കൊടുത്തത് അവളുടെ ഡ്രസ്സിന് മാച്ചായിട്ടായിരുന്നു. ബ്ലാക്കിൽ സിൽവർ ഇങ്ങനെ ഒരു സ്പാർക്കിൾസ് പോലെ വന്നിട്ട് ആ കളറായതുകൊണ്ടാണ് ബ്ലാക്ക് ആൻഡ് സിൽവർ ഒരു തീമും കൂടെ കൊടുത്തത്. അത് പക്ഷേ ചെയ്ത് വന്നപ്പോൾ ഭയങ്കര അടിപൊളിയായിരുന്നു. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. മറ്റുള്ളവരെക്കാൾ ഉപരി അവൾക്ക് ഭയങ്കര ഇഷ്ടമായി. അതായിരുന്നു ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. അവൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഈ ബർത്ത്ഡേക്ക്. എസ്പെഷ്യലി ഞാനും കൂടി ഉണ്ടായിരുന്നപ്പോൾ അവളുടെ സന്തോഷം ഒന്നുകൂടെ ഒന്ന് ഇരട്ടിച്ചു. കാരണം 3 വർഷമായില്ലേ അമ്മയെ കണ്ടിട്ട്. അതിൻ്റെ ഒരു സന്തോഷം കൂടി അവളുടെ ആ ഒരു മുഖത്തിൽ അവളുടെ ഓരോ എക്സ്പ്രഷനിലും നിങ്ങൾക്കത് മനസ്സിലാകും. അപ്പം എൻ്റെ ഈ ഇത് കണ്ടിട്ട് എനിക്ക് തന്നെ ഇതായി. കാരണം ഞാൻ ഒരുപാട് വണ്ണം വെച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയില്ല എങ്ങനെയാണ് വണ്ണം കൂടുന്നതെന്ന്. ഡെയിലി 1 കിലോ 1.5 കിലോ വെച്ച് കൂടുകയാണ്. എന്തെങ്കിലും ഇത് ഡെഫിഷ്യൻസി ആണോ വല്ല കുഴപ്പമാണോ ഒന്നും എനിക്കറിയില്ല. എന്തായിരുന്നാലും എൻ്റെ ആ ഒരു യൂട്രസ് റിമൂവൽ കഴിഞ്ഞ പിന്നെ അത് ഇതാ പോർട്രേറ്റ് ഒത്തിരി ഉണ്ട്. അതിന് ഹോർമോൺ അതുകൊണ്ട് ഇങ്ങനെ ഡെയിലി എൻ്റെ വെയിറ്റ് ഗെയിൻ ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഇതിനൊരു റെമഡി എനിക്കറിയില്ല. എനിവേ എന്തായാലും നാട്ടിൽ വന്നിട്ട് ഡോക്ടറെ കാണിക്കണം എന്ന് തന്നെ വിചാരിക്കുകയാണ്. കാരണം ഒരു ചെറുതായിട്ട് നമുക്കിപ്പം വെയിറ്റ് കൂടുകയാണെങ്കിൽ ഓക്കെ, നമുക്കത് മനസ്സിലാക്കാം, നമുക്കത് എന്തെങ്കിലും ചെയ്തിട്ട് കുറയ്ക്കാം. പക്ഷെ ഡെയിലി 1.5 കിലോസ് ഒക്കെ കൂടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് അബ്നോർമൽ. അപ്പം അതിന് ഞാൻ എന്തായിരുന്നെങ്കിൽ നാട്ടിൽ വന്ന ശേഷം ഇവിടെ ഹെൽത്തിൻ്റെ കാര്യങ്ങൾ ഭയങ്കര മോശമാണ് കാനഡയിൽ. കാരണം നമുക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ ചികിത്സിക്കാൻ പറ്റുക ഭയങ്കര ബുദ്ധിമുട്ടാണ്. എസ്പെഷ്യലി ഒരു ടൂറിസ്റ്റ് ആയിട്ട് വരുന്നവർക്ക് പറ്റില്ല. സോ ഇവിടെ എന്ത് അസുഖം വന്നിരുന്നാലും നമ്മൾ സഹിക്കുക. കുറേ മെഡിസിൻസൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് എൻ്റെ ഇതിന്. എന്നാലും എനിക്ക് കുറച്ച് ശ്വാസം മേ ബി ബിക്കോസ് ഓഫ് ദിസ് വെയിറ്റ് എനിക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ട് കിതപ്പും ശ്വാസം മുട്ടും ഒക്കെ ഉണ്ട്. അത് തന്നെ എനിക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എൻ്റെ കയ്യിൽ ലെഫ്റ്റ് ഹാൻഡിൽ ഞാനിങ്ങനെ യെല്ലോ കാസ്റ്റ് പിന്നെ റിസ്റ്റ് ബാൻഡ് ഒക്കെ ഇട്ടേക്കുന്നത് നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ കാണുമ്പോൾ മനസ്സിലാവും. അത്രയ്ക്ക് ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഇതൊക്കെ ഫ്രണ്ട്സാണ് കേട്ടോ. ദീപ്തിയുടെയും ദിവ്യയുടെയും ഫ്രണ്ടാണ് ആൽബിൻ. നേരത്തെ വന്നുപോയത് സിറിൽ, അശ്വിൻ ഒക്കെ ആയിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി ചേർന്നിട്ട് പുറത്തുനിന്നൊന്നും ആരുമില്ല. ഇവരൊക്കെ ഏറ്റവും അടുത്ത ഫ്രണ്ട്സാണ്. അപ്പം അതുകൊണ്ടാണ് അവരും ഞാനും മാത്രം കൂടെ കൂടിയിട്ടുള്ളൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരുന്നു കേട്ടോ ഇത്.
മോളുടെ വേറെ ഒരു ഫ്രണ്ട് ഇപ്പം കുട്ടികളും അതെ നല്ല കുട്ടികളാണ്. ഇത് വൈഷ്ണവും ദേവിയുടെ ഫ്രണ്ടാണ്. അങ്ങനെ എല്ലാവരും കൂടെ ചേർന്ന് നല്ലൊരു അടിപൊളി ഫങ്ഷനായിരുന്നു. എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ കുട്ടികളെയാണ്. നല്ല എന്താ പറയുന്നത്, ഒരേപോലെ ചിന്തിച്ച് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സിനെ പോലെയുള്ള കുട്ടികൾ, അതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ ബർത്ത്ഡേക്ക് കേക്ക് എന്ന് പറയുന്നത് ഒരു ചെറിയ കേക്ക് മേടിച്ചിട്ടുള്ളൂ. കേക്കൊന്നും അങ്ങനെ വലിയ ഇഷ്ടമുള്ള ആളല്ല. ഒരു ചെറിയ കേക്കാണ് മേടിച്ചിരിക്കുന്നത്. നാട്ടിലൊക്കെ ആയിരുന്നെങ്കിൽ ഇതുപോലെ ഒന്നും ആയിരുന്നില്ല. വലിയ കേക്കിൽ കയറി കഴുകി ഏറ്റവും പുതിയ കേക്ക് ഏറ്റവും ഇതായിട്ടുള്ളതൊക്കെ ആയിരുന്നു മേടിക്കുന്നത്. പക്ഷേ ഇവിടെ അങ്ങനത്തെ ഒരു ഇതൊന്നുമില്ല. പിന്നെ ഇത് കോക്ടെയിലാണ് കേട്ടോ. 2 കോക്ടെയിലും മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വീഡിയോ ഒക്കെ എടുക്കുന്നത് ദീപ്തിയാണ്. ദീപ്തി എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെയും ശരിക്കും കാണിക്കാൻ പറ്റിയിട്ടില്ല. ഫങ്ഷൻസ് മുഴുവൻ വന്നത് ദിവ്യയുടേതായതുകൊണ്ടും പിന്നെ ഞാൻ ദിവ്യയുടെ വീട്ടിൽ വെച്ചായിരുന്നു കഴിഞ്ഞ പ്രാവശ്യവും വീഡിയോ എടുത്തത്. അതുകൊണ്ട് ദീപ്തി അധികം പെട്ടിട്ടില്ല. എൻ്റെ അടുത്ത് ദിവ്യയുടെ എൻ്റെ അപ്പുറം ഇപ്പുറം നിൽക്കുന്നതിൽ ഒരാളാണ് ദീപ്തി. ദിവ്യയുടെ അടുത്ത് നിൽക്കുന്നതാണ് എൻ്റെ മൂത്ത മോള് ദീപ്തി. Happy birthday to you. Happy birthday to you. Happy birthday dear Divya. Happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday dear Divya. Happy birthday to you. കുറച്ച് കേക്ക് എനിക്ക് തരുമോ? ചേച്ചി തലയിടിക്കാൻ നിൽക്കണം പറ്റുമോ? ദേവിക്ക് എല്ലാത്തും ക്യാമറ ഇടയിൽ ഓ ഞാൻ കടിച്ച് ചേർന്നില്ല. ചിരിക്കൂ. മാജിക്കോ
ഞാനൊന്നും ജഡ്ജ് ചെയ്യുന്നില്ല. ഇനി ഗസ്റ്റ് ചെയ്താരാണ്? അമ്മ അല്ലെങ്കിൽ ദീപ്തി. ഞാൻ ഉദ്ദേശിക്കുന്ന സാധനമാണ് ഇതിന്റെ അകത്ത്. ഇത് ദീപ്തി സാധനം അല്ലെങ്കിൽ അമ്മ. ആര്? Sorry. I guessed it right. അമ്മ ഇന്ന് രാത്രി റൂമിൽ പാർട്ടി. കിട്ടിയിട്ടില്ലേ? നൈസ് ആയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ആ നോമ്പ് അടിപൊളിയാണ്. നമുക്ക് ഓണാക്കി സോണിയുടെ ഫുൾ ഇങ്ങനെയാ വരുന്നത്. പിന്നെയും ഹെഡ്ഫോൺസ് നീ എനിക്ക് എയർപോർട്സ് പ്രോ മേടിച്ചെന്ന് മറന്നുപോയ സിറിൽ. ഇരിക്കട്ടെ. പേര് കളർന്നത് അത് നിങ്ങളുടെ എന്റെ പുതിയ ലാപ്ടോപ്പ് ആണ് ഗൈസ്. 2 in 1. വൈറ്റ് ആണോ? അശ്വിൻ അവിടുത്തെ എല്ലാ ഗാഡ്ജറ്റ്സും ഇങ്ങോട്ട് കൊണ്ടുവന്നേക്ക്. വേറെ വഴിയില്ല. ഞാനിത് മര്യാദയ്ക്ക് റിവ്യൂയൊന്നും വരില്ല. അങ്ങോട്ട് ചെറിയ പ്രോസസ് അതായിരിക്കും നല്ലത്. കവർ ഇരിക്കട്ടെ. നൈസ് കവർ. പഴയത് ഊരി അയ്യോ എനിക്കിത് ഇടാറില്ല. എനിക്കിതൊന്നും തരാറില്ല. പിന്നെ 2 കയ്യില് 2 വന്നു. എനിക്ക് എല്ലാ ടെൻഷനും എല്ലാവരും ഞാൻ നീലയിലും ഉണ്ട് വെള്ളയിലും ഉണ്ട്. അതേ ടീഷർട്ട്. കഴിക്കാൻ പറ്റില്ല. You want a tote bag, no? Yes, the tote bag. കോട്ട് സൂട്ട്. I think so. Jacket ആണെന്ന് തോന്നുന്നു. ഏത് ബ്രാൻഡിന്റെ? അയ്യോ മനസ്സിലാവുന്നേ ഇല്ല. അത് മേലത്തെ മാത്രം മറ്റേ ട്രെഞ്ച് കോട്ട് മാത്രം. ഇത് വേണമെങ്കിൽ സെറ്റർ പക്ഷെ ഇത് നൈസ് ആയത് ഇങ്ങനെ തണുപ്പ് നല്ല നിൽക്കുമല്ലോ. ഇത് ഇവിടെ കോളർ കണ്ടിട്ടുണ്ടോ? അടിപൊളി. ഇത് പള്ളിയിൽ ചേരാൻ അൺഎക്സ്പെക്ടഡ് ആയി. മാച്ചിങ്
ഈ വലിയ ഉടുപ്പാണെന്ന് തോന്നുന്നു. Yes, it is. Ooh, velvet. എന്തുടുപ്പാണ് ഇത്? ഇതിന്റെ കൂടെ Scene. ഇത് സീൻസ് ആനക്കുള്ള അതിന്റെ ഉത്തരവാദിത്വം. എന്റെ പേര് പറയില്ല, ഞാനല്ല. ഞാൻ ഇനി പറയട്ടെ ആരുടെയും പേരുണ്ടോ? ഇനി അതുപോലെ പറഞ്ഞു തുടങ്ങിയോ? ഒരറ്റത്ത് തുടങ്ങി. അശ്വിൻ അല്ല വൈഷ്ണവ്. ഇല്ല, രണ്ട് ഓപ്ഷൻ ഗസ് ചെയ്താൽ മതി. എല്ലാവരുടെ പേര് പറയുന്നു. രണ്ടുപേരും പറഞ്ഞു. അശ്വിനും പറഞ്ഞു. കാപ്പിപ്പൊടിയിലുണ്ട്. കുട്ടി ഞാൻ പറഞ്ഞില്ല, ഞാൻ ആദ്യം guess ചെയ്തു. പെട്ടെന്ന് നല്ല ചാടി വന്ന്. സ്പോയിലർ ആയി. എനിക്കിതിന്റെ ഗ്രീൻ പോലെ ഉണ്ട്, പക്ഷെ അത് ഇതുപോലെ ഇല്ല. ഐ മീൻ ക്രിസ്മസിന് ഉടുപ്പായി നിങ്ങൾക്ക് എന്റെ ഓപ്പൺസ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യാൻ കേട്ടിട്ട് വരാം, എനിക്ക് ഒരു പ്രശ്നമില്ല. എല്ലാരും റിക്വസ്റ്റ് ചെയ്ത സ്ഥിതിക്ക് ഞാൻ ഷോർട്ട് ബ്രേക്ക്. അത് അതിൽ പറഞ്ഞു. ഷോർട്ട് ബ്രേക്ക്. ക്യൂട്ട് ഉടുപ്പ്. ഇത് എവിടുന്ന് മേടിച്ചത്? നൈസായിട്ട്. എങ്ങനെയാ നീ ജോഡി ഉണ്ടോ? ഇത് അത് ബർത്ത്ഡേ ഡ്രസ് 3. ഞാൻ കൊടുക്കാം. ഹലോ ഞാൻ ഗിഫ്റ്റ് പൊട്ടിച്ചോണ്ടിരിക്ക. അടിപൊളിയായിരിക്കും. ഞാനാണ് സ്ഥലം. അതിന്റെ കലാവിരുന്നൊക്കെ സാജനല്ല, സാജന്റെ ഇത് സാജനാണ്. റൂട്ട് സൈഡ് ഞാൻ അമ്മയുടെ അടുത്ത് കാണിച്ചു. ഫ്രൂട്ട്സ് എനിക്കിഷ്ടമുള്ള പച്ച കളർ കുട്ടി. ഈ പച്ച ഞാൻ എവിടെയൊക്കെ തപ്പിന്ന്. ഞാൻ പോവാ, യൂബർ എടുത്ത് പോവാ. രണ്ടും ആർ യുവർ ഫേവറേറ്റ് കളേഴ്സ്, ബ്രൗൺ ആൻഡ് ദ ഗ്രീൻ. പെട്ടെന്ന് ചെയ്. പെട്ടെന്ന് ഇനി സിൽവർ. സിൽവർ രണ്ടെണ്ണേ ഉള്ളൂ അല്ലേ? ഇത് ഈ 1989 മറ്റേ നിനക്ക് ഇഷ്ടമുള്ള ഓരോ പാട്ടില്ല, അതല്ല ഈ ആൽബം. ഇത് മറ്റേ ഫേറ്റ് ഓഫ് ഒഫേലിയ, അതൊക്കെ ഈ ആൽബം. ഇതിപ്പോ ഈ വർഷം ഇറങ്ങിയുള്ളൂ. കേട്ട് മരിക്കാം. നമുക്ക് ഏതിലൊക്കെ കേൾക്കാം, ബ്ലൂടൂത്തില് കേൾക്കാം. ലാസ്റ്റ് ആൻഡ് ഫൈനൽ എന്തോ ഓട്ടെ കൂടെ ഞാനെന്തോ കണ്ടു. ഉടുപ്പാണെന്ന് ഞാൻ ഇപ്പോഴേ ഒന്ന് വിചാരിക്കാതെ. ചെറുതായിട്ട് എന്റെ ജാക്കറ്റിന്റെ ഷിപ്പൊക്കെ പൊട്ടിപ്പോയത്. ആര് ഇത്? കടയുടെ പേര് അറിയുള്ളൂ, എന്റെ സാധനം എനിക്കറിയില്ല. ഞാൻ ടാഗ് നോക്കുമ്പോ ഭയങ്കര വിലയുണ്ട്, തിരിച്ചറിഞ്ഞാൽ. ഓ അതിങ്ങനെ വരലേ കൂടെ കേട്ടാ ഒരു ജാക്കറ്റ് ഇല്ലാതെ വെറുക്കുവായിരുന്നു. അത് നന്നായി, പെർഫെക്റ്റ് ആയി.
ചേച്ചി പിന്നെ ഇതിന്റെ ബാക്കാണ് വരുന്നത്. ഇപ്പോഴും നല്ല ചൂടെടുക്കും. ഇത് റെയിൻകോട്ട് ആയിട്ടും ഇടാം. ഒന്നുമില്ലേ അത് മറ്റേ ഓട്ട ഇട്ടതല്ലേ? നാളെ ഞാൻ മഞ്ഞത്തൊരു എന്താ 10 ഇഞ്ച് ഞാനൊരു മെത്തയോ ആലോചിച്ചിരിക്കാം മേടിക്കണം മറ്റേ കടന്നടന്ന് നടുവേന്ന് എടുക്കണം. എന്റെ ഫോമൊക്കെ പോയത് അത് 6 അപ്പൊ സ്പ്രിങ്ങും ഫോമും കൂടെ ഉള്ളത്. അപ്പൊ കുഴപ്പമില്ല. ഇവിടെ തന്നെ കിടന്നു. ഇത് പാട്ടാതെ ചെയ്ത് വെക്കണം. സ്റ്റാർട്ട് ചെയ്യട്ടെ? അപ്പോൾ ഇവിടെ കാനഡയിൽ ഓട്ടോയിൽ ആദ്യമായിട്ട് ഈ വർഷം ആദ്യമായിട്ട് മഞ്ഞ് പെയ്യുമായിരുന്നു കേട്ടോ. ശരിക്കും മഞ്ഞ് പെയ്യേണ്ട സമയം തുടങ്ങിയില്ലായിരുന്നു. ഡിസംബർ ആദ്യമൊക്കെയാണ്, ഡിസംബർ പകുതിയോടുകൂടിയാണ് മഞ്ഞ് പെയ്യുന്നത്. പക്ഷേ ഇപ്രാവശ്യം കുറച്ച് നേരത്തെ മഞ്ഞ് പെയ്തു. അപ്പോൾ വീട്ടിൽ മഞ്ഞ് പെയ്യുന്നത് കണ്ടോ, അത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു. അന്ന് തന്നെ മോളുടെ ബർത്ത്ഡേയുടെ അന്ന് രാത്രി 12 മണിക്കുള്ള ആഘോഷം കഴിഞ്ഞ് പിറ്റേ ദിവസം ആണ് ഇങ്ങനെ ഈ മഞ്ഞ് പെയ്യുന്ന അതൊക്കെ ഉണ്ടായിരുന്നത്. ഭയങ്കര സന്തോഷം തോന്നി. അപ്പം ഞാൻ അവിടെ മക്കളുടെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞു, എനിക്ക് വീഡിയോ എടുക്കുക മഞ്ഞത്ത് ഞാൻ കളിക്കുന്നത്. കാരണം എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു മഞ്ഞിങ്ങനെ കാണുക, മഞ്ഞിൻ്റെ അടുത്ത് പോവുക, മഞ്ഞ് വാരി കളിക്കുക. ഇതൊക്കെ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിലൊന്നായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് എൻ്റെ ഈ ചെറിയ ചെറിയ ആഗ്രഹങ്ങളാണ് എൻ്റെ ഓർമ്മയിലും എൻ്റെ മനസ്സിലും ഏറ്റവും വലിയ സന്തോഷം തരുന്ന കാര്യങ്ങൾ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഒരിക്കലും സ്വപ്നം കണ്ടിട്ടില്ലാത്ത കാര്യങ്ങൾ സാധിച്ചു തരുന്ന ദൈവത്തിന് 100,000 കോടി നന്ദി. അപ്പോൾ ഭയങ്കര സന്തോഷം തോന്നിട്ട് ഇത് ഇങ്ങനെ മഞ്ഞ് വാരി കളിക്കുന്നത് ശരിക്കും നമ്മളൊരു കൊച്ചു കുട്ടിയെപ്പോലെ ആയി പോകുന്നൊരു ഫീലാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരിക്കും